ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മള് 5 AM ക്ലബിന്റെ ഓരോ എപ്പിസോഡുകളിലും നിങ്ങൾക്ക് നമ്മുടെ പരീക്ഷാ സംബന്ധമായിട്ടുള്ള നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ഓരോരോ ടോപ്പിക്കുകളെയും വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചോദ്യങ്ങൾ സഹിതം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. തീർച്ചയായിട്ടും 5 AM ക്ലബിന്റെ ഒരു എപ്പിസോഡ് ഇത്രയധികം പോകുന്നത് തന്നെ അതൊരു തെളിവാണ് അല്ലെ. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട്, നിങ്ങൾ അത് വീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോഴും 5 AM ക്ലബിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പറ്റം ആളുകൾ ഉണ്ട് എന്ന് പറയുന്നതും സന്തോഷം തന്നെയാണ്. അപ്പോൾ 5 AM ക്ലബിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മലയാളം എന്ന് പറയുന്ന വിഷയത്തിന്റെ ഒരു ടോപ്പിക്കാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പല PSC പരീക്ഷകൾക്കും നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തതും എന്നാല് വിവിധ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക്, അതിപ്പോ PSC ആയിക്കോട്ടെ, അധ്യാപക യോഗ്യതാ പരീക്ഷകളായിക്കോട്ടെ, അങ്ങനെ പല പരീക്ഷകൾക്കും ചോദിക്കാൻ, പ്രത്യേകിച്ചും LP UP പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ടോപ്പിക്, നമ്മുടെ ജനറൽ PSC പരീക്ഷകൾക്കാണെങ്കിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മലയാളത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മള് 56 മുതൽ നമ്മൾ ലേലം പറഞ്ഞു തുടങ്ങും അല്ലെ. 56 ആണോ, 53 ആണോ, 51 ആണോ, ഇനി 49 ആണോ അല്ലെ. പല അഭിപ്രായങ്ങളാണ് മലയാളത്തിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ മലയാളികളാണ്, നമ്മുടെ മാതൃഭാഷ മലയാളമാണ്, കുട്ടിക്കാലം തൊട്ട് മലയാളം പഠിക്കുന്നവരാണ്, സംസാരിക്കുന്നവരാണ്, എഴുതുന്നവരാണ്. എല്ലാം ആണെങ്കിലും മലയാളത്തിലെ അക്ഷരസംഖ്യയെക്കുറിച്ചും മലയാളത്തിലെ അക്ഷരങ്ങളെ എങ്ങനെയൊക്കെ വിഭജിക്കാമെന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 5 AM ക്ലബിന്റെ ഈ ഒരു സെഷനിൽ നമ്മൾ നമ്മുടെ അക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാൻ പോകും അല്ലെ. നമുക്ക് ഇപ്പൊ എനിക്കും നിങ്ങൾക്കും ഒക്കെ നമ്മൾ ഇത്രയും പ്രായമായ ആൾക്കാരാണ്, അല്ലെങ്കിൽ മെച്ചുവേർഡ് ആയ ആൾക്കാരാണ്. ഈ പ്രായത്തിലാണോ നമ്മൾ അക്ഷരം പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരങ്ങളെ പറ്റി അല്ലെങ്കിൽ നമുക്ക് അറിയാത്തതിനെ പറ്റി ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അക്ഷരം എന്താണ് എന്നുള്ളതും തുടങ്ങാം. എടാ, ക്ഷരം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് അക്ഷരം. അതായത് ക്ഷരം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്നത്, അക്ഷരം എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാത്തത്. അപ്പൊ നശിച്ചു പോകാത്തത് എന്തോ അതാണ് അക്ഷരം. അക്ഷരങ്ങളെ നമുക്ക് നശിപ്പിച്ചു കളയാൻ പറ്റുമോ? ഇല്ല, കളയാൻ പറ്റില്ല അല്ലെ. അതിനിപ്പോ ഉപയോഗത്തിൽ ഉണ്ടായാലും ഉപയോഗത്തിൽ ഇല്ലെങ്കിലും അക്ഷരങ്ങൾ എന്നും അക്ഷരങ്ങളായിട്ട് തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മലയാളത്തിലെ അക്ഷരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. മലയാളം എന്ന് പറയുന്ന ഭാഷ അല്ലെ, നമുക്കറിയാം തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും വളരെയധികം സ്വാധീനതയുള്ള ഒരു ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ സാഹിത്യത്തിലും ഭാഷയിലും സംസ്കാരങ്ങളിലും അതേപോലെ തന്നെ അക്ഷരങ്ങളിലും ഒക്കെ തന്നെയും ഈ പറയുന്ന തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും നല്ല സ്വാധീനമുണ്ട്. അത് അക്ഷരമാല പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഓക്കെ, നമ്മൾ നമ്മുടെ അക്ഷരമാലയെ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാൻ പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, മനുഷ്യൻ ഉച്ചരിക്കുന്ന ശബ്ദത്തിന്റെ ലിഖിത സങ്കേതമാണ് അക്ഷരം അല്ലെ. നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങളെ നമ്മൾ ലിഖിത രൂപത്തിൽ, എഴുത്ത് രൂപത്തിൽ അല്ലെങ്കിൽ ചിഹ്ന രൂപത്തിൽ എഴുതി വെക്കുമ്പോൾ അത് എന്താകും? അത് അക്ഷരങ്ങളാകും. അക്ഷരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? നഷ്ടമാകാത്തത്, നശിക്കാത്തത് എന്നൊക്കെയാണ്. ക്ഷരമില്ലാത്തത്, അതായത് നാശമില്ലാത്തത്, നശിക്കാത്തത് എന്നൊക്കെയാണ്. ഓക്കെ, അപ്പൊ മലയാളത്തിലെ അക്ഷരങ്ങളെ പറ്റി പറയുമ്പോൾ മലയാളം ഏത് ഗോത്രത്തില് പെട്ട ഭാഷയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഭാഷകളെ അവയുടെ ജൈവ ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഒരുപാട് ഗോത്രങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. മലയാളം ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ്. ദ്രാവിഡ ഗോത്രം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് പ്രചാരത്തിലിരുന്ന ഭാഷകൾ ഉൾപ്പെടുന്ന ഗോത്രമാണ് ദ്രാവിഡ ഗോത്രം എന്ന് പറയുന്നത്. മറ്റേ മനുഷ്യരുടെ പലായനം മൂലം ദ്രാവിഡ ഗോത്രത്തിലെ ചില ഭാഷകൾ പാകിസ്ഥാനിലെ ചില പ്രവിശ്യകളിലും അതേപോലെ ഉത്തരേന്ത്യയിലെ ചില ഭാഗങ്ങളിലും ഒക്കെ ഇന്നും പ്രചാരത്തിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോ നമുക്ക് പൊതുവിൽ ഇങ്ങനെ പറയാം, ദക്ഷിണേന്ത്യൻ ഭാഷകളാണ് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ അല്ലെ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു തുടങ്ങിയിട്ടുള്ളവയെല്ലാം എന്താണ്? നമ്മുടെ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷകളാണ്. പിന്നെയോ നമ്മുടെ സംസ്കൃതം പോലുള്ളവയൊക്കെ ആണെങ്കിൽ ഇൻഡോ യൂറോപ്യൻ ഭാഷയാണ്. അതായത് നമ്മള് ഭാഷാ ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടെത്തിയ സംഭവമാണ്. ഇന്ത്യയിലെ ചില ഭാഷകൾക്കും ചില യൂറോപ്യൻ, ഇംഗ്ലീഷ്, ലാറ്റിൻ, ഫ്രഞ്ച് ഒക്കെ പോലുള്ള ചില യൂറോപ്യൻ ഭാഷകൾക്കും തമ്മിൽ ഘടനാപരമായി ചില സാദൃശ്യങ്ങൾ ഉണ്ടെന്നും ഈ
ഭാഷകളെ എല്ലാം കൂടെ ഉൾച്ചേർത്തുകൊണ്ട് ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന ഒരു ഗോത്രത്തെ അവര് കണക്കാക്കി വെച്ചു എന്നുമാണ് പറയുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്കൃതവും ഇംഗ്ലീഷും ഒക്കെ ഒരു ഗോത്രത്തിൽ പെട്ട ഭാഷകളാണ്. അത് ഇൻഡോ യൂറോപ്യൻ ആണ്. അതവിടെ നിന്നോട്ടെ. നമ്മൾ പറയുന്നത് മലയാളം അല്ലെ, നമ്മുടെ മലയാളം, തമിഴ്, തെലുങ്ക് ഒക്കെ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ ഭാഷകളൊക്കെ ഏത് ഗോത്രമാണ്? ദ്രാവിഡ ഗോത്രത്തിൽ പെട്ട ഭാഷകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, അപ്പൊ ദ്രാവിഡ ഭാഷയ്ക്ക് ദ്രാവിഡ ഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ ദ്രാവിഡ ഗോത്രത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് ആദ്യം പിരിഞ്ഞു വന്നത് തമിഴ് ഭാഷയാണ്. അതിനുശേഷമാണ് മറ്റോരോ ഭാഷകളായിട്ടും വേർപിരിഞ്ഞു വന്നത്. ദ്രാവിഡ ഭാഷയിലെ അക്ഷരമാലയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ 30 അക്ഷരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സ്വരങ്ങളും വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ 30 അക്ഷരങ്ങളായിരുന്നു ദ്രാവിഡ ഗോത്രത്തിനുണ്ടായിരുന്നത്. അതിൽ 12 സ്വരങ്ങളും 18 വ്യഞ്ജനങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് തമിഴ് അക്ഷരമാലയിൽ ഇപ്പോഴും ഈ 18 വ്യഞ്ജനങ്ങളും 12 സ്വരങ്ങളും തന്നെയാണ് പിന്തുടരുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ 30 അക്ഷരങ്ങൾ ദ്രാവിഡ ഭാഷയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മലയാളത്തിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? അപ്പൊ അതിനു മുമ്പ് തമിഴില് നമ്മൾ ഈ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും നമ്മൾ മലയാളത്തിൽ പറയുന്നു. തമിഴിൽ ഇതിനെ മറ്റൊരു പേരിലാണ് പറഞ്ഞു പോകുന്നത്. ഉയിരെഴുത്ത് എന്ന സ്വരങ്ങളെയും മെയ്യെഴുത്ത് എന്ന വ്യഞ്ജനങ്ങളെയും തമിഴില് പറഞ്ഞു വരാറുണ്ട്. അതായത് അക്ഷരങ്ങളുടെ എന്താണ് ഉയിര്, ജീവൻ എന്ന് പറയുന്നത് സ്വരങ്ങളും മെയ്യ് അഥവാ ശരീരം എന്ന് പറയുന്നത് വ്യഞ്ജനങ്ങളും എന്നാണ് തമിഴിലെ സങ്കല്പം. അപ്പൊ ഉയിരെഴുത്ത് എന്ന് പറയുന്നത് സ്വരങ്ങളെയും മെയ്യെഴുത്ത് എന്ന് പറയുന്നത് വ്യഞ്ജനങ്ങളെയുമാണ്. എവിടെ? തമിഴില്. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഈ 12 സ്വരങ്ങളും 18 വ്യഞ്ജനങ്ങളും മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, ദ്രാവിഡ ഭാഷയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? സംസ്കൃതവുമായിട്ട് ഒരു സമ്പർക്കം വന്ന സമയത്ത് കുറച്ച് അക്ഷരങ്ങളെ സംസ്കൃതത്തിൽ നിന്നൂടെ കടമെടുത്തു. ഇപ്പൊ ദ്രാവിഡ ഭാഷ ഓൾറെഡി നമുക്ക് തന്നത് മലയാളത്തിന് നമ്മുടെ കുടുംബ സ്വത്തായിട്ട് കിട്ടിയതുപോലെ ദ്രാവിഡ ഗോത്രത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് അക്ഷരങ്ങളുണ്ട് അല്ലെ, ഒരു 30 അക്ഷരങ്ങളുണ്ട്. അത് കൂടാതെ കുറച്ച് അക്ഷരങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സംസ്കൃതത്തിൽ നിന്നുകൂടി കടമെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു? 16 സ്വരങ്ങളും 37 വ്യഞ്ജനങ്ങളുമായിട്ട് 53 അക്ഷരങ്ങളായിട്ട് ആദ്യകാലത്ത് വന്നു. നിലവിലെ കാര്യമല്ല പറയുന്നത്, ആദ്യകാലത്ത് അങ്ങനെ 53 അക്ഷരങ്ങൾ വന്നു. പക്ഷെ കാലക്രമേണ ഈ 53 അക്ഷരങ്ങളുടെയും പ്രയോഗ സാധ്യത ഇല്ലാതെ വന്നു അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത, നമ്മൾ ഉപയോഗമില്ലാത്ത ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ കളയും അല്ലെ, എടുത്ത് കളയും, അല്ലെങ്കിൽ ആക്രിക്കാർക്ക് കൊടുക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ മലയാളത്തിലെ അക്ഷരങ്ങളിൽ പലതിനും എന്ത് വന്നു? ഉപയോഗ സാധ്യത ഇല്ലാതെ വന്നു. ഈ 53 എണ്ണത്തില് പലതിനും ഉപയോഗ സാധ്യത ഇല്ലാതെ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? അവയെ നമ്മുടെ അക്ഷരമാലയിൽ നിന്നും ഒഴിവാക്കി. പ്രധാനമായിട്ടും ഈ മലയാളം കമ്പ്യൂട്ടിംഗ്, നമ്മൾ യൂണിക്കോഡ് ഫോണ്ട് ഉപയോഗിച്ച് മലയാളം കമ്പ്യൂട്ടിംഗ് വന്ന സമയത്താണ് എന്ത് പറ്റിയത്? ഈ പറയുന്ന പല അക്ഷരങ്ങളെയും നമ്മൾ ഒഴിവാക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ ഒഴിവാക്കി എന്ത് ചെയ്തു? ലിപി പരിഷ്കരണമൊക്കെ നടത്തി 13 സ്വരങ്ങളും 36 വ്യഞ്ജനങ്ങളുമായിട്ട് നമ്മുടെ അക്ഷരമാലയിലെ അക്ഷരസംഖ്യ കുറയാനായിട്ട് തുടങ്ങി. അപ്പൊ നിലവില് 49 അക്ഷരങ്ങളാണ് എവിടെയുള്ളത്? നമ്മുടെ അക്ഷരമാലയിലുള്ളത്. അപ്പൊ ഇപ്പൊ 49 ആണോ 51 ആണോ എന്നാണ് എല്ലാവരുടെയും ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ എത്രയാണ്? 49 ഉള്ളൂ. എടുത്തു മാറ്റിയത് നമ്മുടെ സ്വരങ്ങളിലെ ആ എന്നിവയാണ്. എന്നിവ. എന്ന് പറയുമ്പോൾ നമുക്ക് മായുടെ ഉച്ചാരണമാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ മാ ഓൾറെഡി നമുക്ക് വ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി വേറെ ഉണ്ട്. അതുകൊണ്ട് സമാനമായ ഉച്ചാരണത്തിലുള്ള ശബ്ദങ്ങളെ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തുടങ്ങിയവയാണ് നമ്മൾ സ്വരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തു മാറ്റി. അങ്ങനെ 51 എന്നുള്ളത് 49 അക്ഷരങ്ങളായിട്ട് മലയാളത്തിൽ കുറഞ്ഞിട്ടുണ്ട്. നിലവിൽ 49 അക്ഷരങ്ങളാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഈ 49 അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും. ഈ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും കൂടാതെ ചില്ലുകൾ അല്ലെ, 5 ചില്ലുകൾ അല്ലെ, ഇൽ, ഇൾ, ഇർ, ഇൻ എന്ന് പറയുന്ന 5 ചില്ലുകൾ നമുക്കുണ്ട്. ഒരിക്കലും ചില്ലക്ഷരങ്ങൾ എന്ന് പറയരുത് കേട്ടോ. ചില്ലുകൾ അക്ഷരങ്ങളല്ല. കാര്യം പൂർണ്ണമായ ഉച്ചാരണം ചില്ലുകൾക്കില്ല. ചില്ലുകൾക്ക് പകുതി ഉച്ചാരണമേ ഉള്ളതുകൊണ്ട് ചില്ലുകൾ എന്നേ പറയാവൂ, ചില്ലക്ഷരങ്ങൾ എന്ന് പറയരുത്.
ഇത് കൂടാതെ കൂട്ടക്ഷരങ്ങൾ അല്ലെ, ഇക്ക, ഇങ്ക, ഇങ്ങ എന്ന് തുടങ്ങുന്ന കൂട്ടക്ഷരങ്ങൾ നമുക്കുണ്ട്. പിന്നെ അനുസ്വാരം അല്ലെ, അമ്മിന്റെ ചിഹ്നമാണ് അനുസ്വാരം. അതേപോലെ തന്നെ വിസർഗം അല്ലെ, വിസർഗം, അനുസ്വാരം, വിസർഗം. അതേപോലെ തന്നെ സമൃദ്ധോകാരം അഥവാ നമ്മുടെ ചന്ദ്രക്കല. അതുകൂടാതെ സ്വരങ്ങളുടെ ഉപചിഹ്നങ്ങൾ അല്ലെ, ആയിക്കും, ഈക്കും, ഈക്കും എല്ലാം എന്തുണ്ട്, ചിഹ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്യഞ്ജനങ്ങൾക്ക് ഉപചിഹ്നങ്ങളുണ്ട് അല്ലെ. ഇത് ഇറിന്റെ ചിഹ്നം, റായുടെ ചിഹ്നം, യായുടെ ചിഹ്നം, ഇതിങ്ങനെ പറയുന്ന ഒരുപാട് അല്ലെ, വായുടെ ചിഹ്നം, ഇങ്ങനെ ഒരുപാട് വ്യഞ്ജനങ്ങൾക്കും ഉപചിഹ്നങ്ങൾ നമുക്കുണ്ട്. അപ്പൊ മലയാളത്തിലെ ലിപി എന്ന് പറയുന്നത് 49 സ്വരങ്ങളും വ്യഞ്ജനങ്ങളും അടക്കം 49. അത് കൂടാതെ 5 ചില്ലുകളും ധാരാളം കൂട്ടക്ഷരങ്ങളും സ്വരങ്ങളുടെയും വ്യഞ്ജനങ്ങളുടെയും ഒക്കെ ഉപചിഹ്നങ്ങളും അതേപോലെ തന്നെ സമൃദ്ധോകാരം, അനുസ്വാരം, വിസർഗം മുതലായ ചിഹ്നങ്ങളും ഒക്കെ അടങ്ങുന്ന വലിയൊരു വ്യവസ്ഥയാണ് മലയാളത്തിലെ ലിപി വ്യവസ്ഥ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. അപ്പൊ നോക്കിക്കേ, നമുക്ക് മലയാളത്തിൽ സാധാരണ നമ്മള് വർണ്ണമാലയാണ് പിന്തുടരുന്നത്, അക്ഷരമാലയല്ല, വർണ്ണമാലയാണ് നമ്മൾ പിന്തുടരുന്നത്. ചിഹ്നങ്ങൾക്കുള്ള ഉച്ചാരണമാണ് വർണ്ണം എന്ന് പറയുന്നത്. അതായത് എടാ ക എന്ന് നമ്മൾ എഴുതുകയാണ്. ഈ ക എന്ന് പറയുന്നത് എന്താണ്, അതൊരു അക്ഷരമാണ്. ഈ കായെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ക പ്ലസ് ആയാണ് ക. അതായത് സ്വരങ്ങളെല്ലാം സ്വയം ഉച്ചാരണക്ഷമമായ അക്ഷരങ്ങളും വ്യഞ്ജനങ്ങള് അടിസ്ഥാനപരമായി വർണ്ണങ്ങളും അവയെ സ്വരങ്ങളുടെ സഹായത്താലാണ് നമ്മൾ ഉച്ചരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ വ്യഞ്ജനങ്ങള് ക, ച, ത, പ ഇങ്ങനെ വർണ്ണങ്ങൾ മാത്രമാണ്. ഈ പകുതി ഉച്ചാരണമുള്ളവ, ഈ ചന്ദ്രക്കല ചേർന്ന് വരുന്നവയെ നമ്മൾ എന്തു പറയും, വർണ്ണം എന്ന് പറയും. അവയുടെ കൂടെ സ്വരം ചേരുമ്പോഴാണ് അവര് അക്ഷരങ്ങളായിട്ട് മാറുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ വർണ്ണം എന്താണ്, അക്ഷരം എന്താണെന്ന് മനസ്സിലായോ? ഈ ചന്ദ്രക്കല ചേർന്ന് വരുന്ന പാതി ഉച്ചാരണമുള്ളവർ വർണ്ണങ്ങളും അവ സ്വരങ്ങളുടെ കൂടെ ചേരുമ്പോൾ മാത്രമാണ് അക്ഷരങ്ങളുമായി മാറുന്നത്. സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഉച്ചാരണക്ഷമമായ അക്ഷരങ്ങളാണ്. വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാലോ സ്വര സഹായത്താൽ ഉച്ചരിക്കുന്നവയുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനി ഈ വർണ്ണങ്ങളെ നമ്മൾ വിഭജിക്കാനായിട്ട് പോവുക. ആദ്യം നമ്മൾ സ്വരങ്ങളെയാണ് വിഭജിക്കുന്നത്. ആദ്യം ആരെ വിഭജിക്കാൻ പോവാണ്, സ്വരങ്ങളെ വിഭജിക്കാനായിട്ട് പോവാണ്. ഓക്കെ, സ്വരങ്ങളെ നമ്മൾ എങ്ങനെയാ സ്വരാക്ഷരങ്ങൾ ചൊല്ലുന്നേ, ആ, ആ, ഇ, ഈ ഇങ്ങനെയാ തുടർന്നു പോകുന്നത് അല്ലെ. അപ്പൊ എന്തുണ്ട്, ചിലർക്ക് നമുക്ക് കുറച്ച് ചുരുക്കി നമ്മൾ ഉച്ചരിക്കും, ചിലരെ നമ്മൾ നീട്ടി ഉച്ചരിക്കും അല്ലെ. അപ്പൊ ഈ ഉച്ചാരണ ദൈർഘ്യം അടിസ്ഥാനമാക്കിക്കൊണ്ട് ഹ്രസ്വം എന്നും ദീർഘം എന്നും രണ്ടായിട്ടാണ് നമ്മൾ ആരെ തിരിക്കുന്നത്, സ്വരങ്ങളെ തിരിക്കുന്നത്. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ നീട്ടില്ലാത്തവര്, ആ, ഈ, ഉ, ഇർ, എ, ഓ തുടങ്ങിയവർ അല്ലെ, നീട്ടില്ലാതെ ഉച്ചരിക്കുന്നവരാണ് ഹ്രസ്വാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇനി ദീർഘങ്ങൾ ആരൊക്കെയാണ്, ആ, ഈ, ഉ, എ, ഐ, ഓ, ഔ തുടങ്ങി നീട്ടി ഉച്ചരിക്കുന്നവരാണ് എന്ത്, ദീർഘാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മലയാളത്തില് നമ്മൾ സ്വരങ്ങളെ ഉച്ചാരണ ദൈർഘ്യം, അതായത് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ എടുക്കുന്ന സമയം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഹ്രസ്വമെന്നും ദീർഘമെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഹ്രസ്വാക്ഷരങ്ങൾ ഏതൊക്കെ, ദീർഘാക്ഷരങ്ങൾ ഏതൊക്കെ എന്ന് മനസ്സിലായി. ഇനി ഇത് കൂടാതെ മറ്റൊരു തരത്തിലും കൂടെ നമ്മൾ സ്വരങ്ങളെ വിഭജിക്കും. സന്ധ്യക്ഷരങ്ങളെന്നും സമാനാക്ഷരങ്ങളെന്നും. എന്താണ്, സന്ധ്യക്ഷരങ്ങളെന്നും സമാനാക്ഷരങ്ങളെന്നും. മറ്റൊരക്ഷരങ്ങളുമായിട്ടും ചേരാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ് സമാനാക്ഷരങ്ങൾ. എന്നാല് രണ്ട് സമാനാക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് സന്ധ്യക്ഷരങ്ങൾ. നോക്കിക്കേ, എ, ഐ, ഓ, ഔ ഇവരിത്രയും സന്ധ്യക്ഷരങ്ങളാണ്. കാരണം രണ്ട് സമാനാക്ഷരങ്ങൾ ചേരുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ആയും ഈയും ചേരുന്നതാണ് എ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആയും ഈയും ചേരുന്നതാണ് എ. അതുകൊണ്ട് എ എന്താണ്, ഒരു സന്ധ്യക്ഷരമാണ്, കൂടിച്ചേർന്നുണ്ടാകുന്ന, സന്ധി ചേർന്നുണ്ടാകുന്ന അക്ഷരം. പക്ഷെ ആ, ഈ, ഉ, ഇർ ഇവരെ നമ്മള് സമാനാക്ഷരങ്ങൾ എന്നാ വിളിക്കുന്നത്. കാരണം എന്താ, അവര് മറ്റു ആൾക്കാരുമായിട്ടൊന്നും ചേരുന്നില്ല, അവര് ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണ്. മനസ്സിലായോ? അപ്പൊ സ്വരങ്ങളെ ഹ്രസ്വമെന്നും ദീർഘമെന്നും തിരിക്കാം. പിന്നെയോ
സന്ധ്യക്ഷരങ്ങൾ, സമാനാക്ഷരങ്ങൾ എന്നും നമുക്ക് തിരിക്കാം. ക്ലിയർ അല്ലേ? സ്വരങ്ങളെ പറ്റിയുള്ള വിഭജന രീതി മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് വ്യഞ്ജനങ്ങളെ വിഭജിക്കാം. വ്യഞ്ജനങ്ങളെ വിഭജിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ആ, ഇ, എ ഈ 3 പേരെ കണ്ടോ? ഈ 3 പേരെയും, ഇവര് 3 പേരും സ്വരങ്ങളാണ് അല്ലെ. ഈ 3 പേരെയും കൂടെ ചേർത്ത് നമ്മൾ ചുട്ടെഴുത്തുകൾ എന്ന് പറയും. ഇപ്പൊ മലയാളത്തിൽ ചുട്ടെഴുത്തുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ, ഇ, എ എന്നിവയാണ്. എന്താ ഈ ചുട്ടെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്നവയാണ് ചുട്ടെഴുത്തുകൾ. അതായത് അടുത്തുള്ളതിനെയോ അകലെയുള്ളതിനെയോ നമ്മുടെ ദൃഷ്ടിയിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെയൊക്കെ നമ്മൾ പോയിന്റ് ചെയ്ത് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ആ, ഇ, എ എന്നിവ. ഇവയെ 3 പേരെയും ചേർത്ത് ചുട്ടെഴുത്തുകൾ എന്നാണ് നമ്മൾ പൊതുവെ പറഞ്ഞു വരാറുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്നവയാണ് ചുട്ടെഴുത്തുകൾ അല്ലെ. ഇപ്പൊ നമ്മൾ അടുത്തുള്ളതിനെയാണെങ്കിൽ ഇത് എന്ന് പറയും. അപ്പൊ ഈ എന്ന് പറയുന്ന അക്ഷരം അടുത്തുള്ളതിനെ സൂചിപ്പിക്കുന്നു. ദൂരെയുള്ളതിനെയാണെങ്കിൽ അത് എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പോ ആ എന്ന് പറയുന്ന അക്ഷരം ദൂരെയുള്ള വസ്തുക്കളെ, ദൂരെയുള്ള വ്യക്തികളെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദൂരെയുള്ള ഒരു സ്ഥലത്തിനെയൊക്കെ. ഇനി എ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടിയില്ലാത്തത് എന്ത്, ഏത് അല്ലെ. എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം, എന്ത്, ഏത് തുടങ്ങിയവ. നോക്കിയേ, ആ, ഇ, എ എന്നിവ അടുത്തുള്ളതിനെയോ അകലെയുള്ളതിനെയോ ദൃഷ്ടിയിലില്ലാത്ത മറ്റൊന്നിനെയോ ഒക്കെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവ മലയാളത്തിൽ ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നു. കണ്ടോ? അവിടെ, അവിടെ ദൂരെയുള്ള സ്ഥലം. ഇവിടെ അടുത്തുള്ളത്. എവിടെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറെ ഏതോ ഒരു സ്ഥലം. അത് ദൂരെ ഇരിക്കുന്ന ഒരു വസ്തു. ഇത് അടുത്തിരിക്കുന്ന ഒരു വസ്തു. എന്ത് അല്ലെങ്കിൽ ഏത് രണ്ടും ഉപയോഗിക്കാം. നമ്മളെ ദൃഷ്ടിയിലില്ലാത്ത വേറൊരു സ്ഥലത്തിരിക്കുന്ന ഒരു വസ്തു അല്ലെ. അപ്പൊ ചുട്ടെഴുത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തോ അകലെയോ ദൃഷ്ടിയിലില്ലാത്ത മറ്റൊന്നിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന എന്താണ് അക്ഷരങ്ങളാണ് അവയെ. അതുകൊണ്ട് മലയാളത്തിൽ ചുട്ടെഴുത്തുകൾ അഥവാ ചൂണ്ടിപ്പറയുന്ന അക്ഷരങ്ങൾ എന്നാണ് നമ്മൾ പൊതുവെ വ്യവഹരിച്ചു പോരാറുള്ളത്, ഉപയോഗിച്ചു പോരാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്വരങ്ങളുടെ വിഭജന രീതി പഠിച്ചു. അതുപോലെ തന്നെ സ്വരങ്ങളെ പോലെ തന്നെ വ്യഞ്ജനങ്ങൾക്കും എന്തുണ്ടടാ? വിഭജന രീതിയുണ്ട്. വ്യഞ്ജനങ്ങളെ വിഭജിക്കുന്നത് കുറച്ചൊരു സങ്കീർണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, നമുക്കറിയാലോ എങ്ങനെയാ നമ്മൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അല്ലെ നമ്മുടെ നിശ്വാസവായു. നമ്മുടെ നിശ്വാസവായു ശ്വാസകോശത്തിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ വായ്ക്കുള്ളിൽ വെച്ച് മുഖോദര സ്ഥാനങ്ങൾ എന്നാ നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ കണ്ഠം, അതേപോലെ താലു, അതായത് നമ്മുടെ അണ്ണാക്ക് അല്ലെ, ഉൾനാക്ക് എന്നൊക്കെ നമ്മൾ പറയും. ആ ഭാഗങ്ങൾ, നമ്മുടെ പല്ല് തുടങ്ങിയ വായുയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വെച്ചിട്ട് ആ വായുവിന് അല്ലെ നമ്മുടെ നിശ്വാസവായുവിന് തടസ്സം സംഭവിക്കും. ഈ തടസ്സം സംഭവിച്ച് ഇത് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് പല ശബ്ദങ്ങളും നമ്മൾ ഉച്ചരിക്കുന്നത്. ഈ തടസ്സം സംഭവിക്കുന്നത് ഏത് ഭാഗത്ത് വെച്ചിട്ടാണ്? ഇപ്പൊ തൊണ്ടയിൽ വെച്ചിട്ടാണോ, അണ്ണാക്കിൽ വെച്ചിട്ടാണോ, അങ്ങനെ ഏത് ഭാഗത്ത് വെച്ചാണ് നമ്മുടെ ഈ നിശ്വാസവായുവിന് തടസ്സം സംഭവിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വർണ്ണങ്ങളെ തിരിക്കാറുണ്ട്. മനസ്സിലായോ? വർണ്ണങ്ങളെ നമ്മൾ തിരിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ നിശ്വാസവായുവിന് ഏത് ഭാഗത്ത് വെച്ചാണോ തടസ്സം സംഭവിക്കുന്നത്, ആ തടസ്സം സംഭവിക്കുന്ന സ്ഥാനം അനുസരിച്ച് നമ്മൾ വർണ്ണങ്ങളെ തിരിക്കാറുണ്ട്. എന്താണ്? വർണ്ണങ്ങളെ തിരിക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? കണ്ഠം അല്ലെ, നമ്മുടെ ഉച്ചാരണ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കണ്ഠം, തൊണ്ടയാണ്. താലു എന്ന് പറയുന്നത് നമ്മുടെ അണ്ണാക്ക്, ഈ ഒരു ഭാഗമാണ്. മൂർധാവ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലിന്റെ മുകളിലത്തെ ഒരു തട്ടുണ്ടല്ലോ, ആ തട്ടാണ് മൂർധാവ് എന്ന് പറയുന്നത്. ദന്തം എന്ന് പറയുന്നത് പല്ലാണ്. ഓഷ്ടം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചുണ്ടുകളാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇത്രയും സ്ഥാനങ്ങളിൽ വെച്ചിട്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ ശ്വാസത്തിന് എന്ത് സംഭവിക്കുന്നത്? തടസ്സം നേരിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് വർഗാക്ഷരങ്ങളെ തിരിക്കാറുണ്ട്. എന്താണ്? വർഗാക്ഷരങ്ങൾ. ഏതൊക്കെയാ വർഗാക്ഷരങ്ങൾ എന്നറിയുമോ? 5 വർഗങ്ങളാണുള്ളത്. ഏതൊക്കെ? കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ഈ 5 വർഗാക്ഷരങ്ങളാണ് ഈ പറയുന്ന 5 സ്ഥാനങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്? അവർക്ക് തടസ്സം സംഭവിക്കുന്നത്. ഇപ്പൊ കവർഗമാണെങ്കിൽ കവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളെ എല്ലാം നമ്മൾ കണ്ഠ്യം എന്നാ പറയുന്നത്. എന്താണ്? കണ്ഠ്യം. അതായത് കവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായുവിന് തടസ്സം നേരിടുന്നത് കണ്ഠത്തിൽ വെച്ച്, തൊണ്ടയിൽ വെച്ചിട്ടാണ്. ഇനി ചവർഗങ്ങൾ എന്താണ്? താലവ്യം എന്നാണ്. ചവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളെ നമ്മൾ താലവ്യം എന്നാണ് പറയുന്നത്. അതായത് താലു, അതായത് അണ്ണാക്ക്, നമ്മുടെ ഉൾനാക്ക് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചിട്ടാണ്
ചവർഗത്തിൽ പെട്ട അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായുവിന് തടസ്സം നേരിടുന്നത്. ഇനി ടവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് വായുവിന് തടസ്സം നേരിടുന്നത് മൂർധാവിൽ വെച്ചാണ്. അതുകൊണ്ട് ടവർഗത്തിനെ നമ്മൾ മൂർധന്യം എന്നാണ് പറയുന്നത്. ഇനി തവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ വായുവിന് തടസ്സം സംഭവിക്കുന്നത് എവിടെയാണ്? ദന്ത്യം, നമ്മുടെ പല്ലില് ദന്തത്തിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തവർഗ അക്ഷരങ്ങളെ നമ്മൾ ദന്ത്യം എന്ന് പറയും. ഇനിയോ പവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ വായുവിന് തടസ്സം നേരിടുന്നത് നമ്മുടെ ചുണ്ടുകളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് പവർഗത്തെ നമ്മൾ ഓഷ്ട്യം എന്നും പറയും. കൃത്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്നറിയാം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അത് ഓരോന്നോരോന്നായിട്ട് പഠിക്കും. ഇനി ഈ പറയുന്ന 5 സ്ഥാനങ്ങളിലും അല്ലാതെ ചില അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ വായുവിലൂടെ അല്ല നിശ്വാസവായു പോകുന്നത്, മറിച്ച് മൂക്കിലൂടെ പോകും. അങ്ങനെ മൂക്കിലൂടെ നിശ്വാസവായു പുറത്തേക്ക് പോകുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അനുനാസികങ്ങൾ എന്ന് പറയുന്ന വർണ്ണങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ രീതിയിലും നമുക്ക് തിരിക്കാം. പിന്നെ അത് കൂടാതെ ഈ വർഗാക്ഷരങ്ങളിൽ ഓരോ സെറ്റിനെയും നമ്മൾ ഖരമെന്നും അധികരമെന്നും മൃദുവെന്നും ഘോഷമെന്നും ഒക്കെ പറഞ്ഞ് തിരിക്കാറുണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഞാൻ കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവരാണ് വർഗാക്ഷരങ്ങൾ. കാ മുതൽ മാ വരെയുള്ള 25 അക്ഷരങ്ങളെയാണ് നമ്മൾ വർഗാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. കാ മുതൽ ങാ വരെയുള്ളവരാണ് കവർഗം എന്ന് പറയുന്നത്. ഇവരാണ് കവർഗം. നമ്മൾ കുറെ നേരം കൊണ്ട് കവർഗം എന്ന് പറയുന്നില്ലേ? ക ഖ ഗ ഘ ങ, ഇവരാണ് കവർഗം എന്ന് പറയുന്നത്. ഇവരാണ് ചവർഗം. ച ഛ ജ ജ ഞ, ഇവരാണ് ചവർഗം. ഇതാണ് ടവർഗം, അല്ലെ? ട ഠ ഡ ഢ ണ, ഇവരാണ് ടവർഗം എന്ന് പറയുന്നത്. ത ഥ ദ ഥ ന, ഇവരാണ് തവർഗം എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ പ ഫ ബ ഭ മ, ഇവരാണ് പവർഗം. ഇതാണ് നമ്മുടെ വർഗാക്ഷരങ്ങൾ. അതിൽ ആദ്യത്തേത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ വർഗാക്ഷരങ്ങളെ ഹൊറിസോണ്ടൽ ആയിട്ടും തിരിക്കാം, വെർട്ടിക്കൽ ആയിട്ടും തിരിക്കാം. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള തിരിക്കലാണ് കേട്ടോ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ, അല്ലെ? ഹൊറിസോണ്ടൽ ആയിട്ട് തിരിക്കുമ്പോഴാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരാണ്, ഹൊറിസോണ്ടൽ ആയിട്ട് തിരിക്കുമ്പോഴാണ് നമ്മൾ വർഗങ്ങൾ പറയുന്നത്, വർഗാക്ഷരങ്ങൾ പറയുന്നത്. നമുക്കറിയാം കവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ ഏത് ഭാഗത്ത് വെച്ചാ നമ്മൾ ഉച്ചരിക്കുന്നത്? കണ്ഠത്തിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ എന്തോ പറയാം? കണ്ഠ്യം എന്ന് പറയാം. എന്ത് പറയാം? കണ്ഠ്യം എന്ന് പറയാം. എന്താണ്? ക ഖ ഗ ഘ ങ, കവർഗമെല്ലാം കണ്ഠ്യാക്ഷരങ്ങളാണ്. അതായത് ഇവരെ നമ്മൾ കണ്ഠത്തിൽ വെച്ച്, തൊണ്ടയിൽ വെച്ചിട്ടാണ് ഉച്ചരിക്കുന്നത്. നിങ്ങൾ ക എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ എടുത്ത് തൊണ്ടയിൽ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് വൈബ്രേഷൻ അനുഭവപ്പെടുന്നത്. ഇനി ചവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ, ച മുതൽ ഞ വരെയുള്ള അക്ഷരങ്ങളെ നമ്മളെ താലുവിൽ, നമ്മുടെ അണ്ണാക്കിൽ വെച്ചിട്ടാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ നമ്മൾ താലവ്യം എന്ന് പറയും. എന്ത് പറയും? താലവ്യം എന്ന് പറയും. ഇനി അടുത്തത് ടവർഗത്തിൽപ്പെട്ട, അല്ലെ, ട മുതൽ ണ വരെയുള്ള അക്ഷരങ്ങളെ നമ്മള് മൂർധാവിൽ വെച്ചിട്ടാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് അവയെ നമ്മൾ മൂർധന്യം എന്ന് പറയും, അല്ലെ? എന്ത് പറയും? മൂർധന്യം എന്ന് പറയും. ഇനി ത മുതൽ ന വരെയുള്ള അക്ഷരങ്ങളെ നമ്മുടെ പല്ലുകൾ കൊണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേ, ത എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാക്ക് വന്ന് മുട്ടുന്നത് പല്ലിലാണ്, അല്ലെ? ത എന്ന് നമ്മൾ പറയുമ്പോൾ, ത ഥ ദ ധ ന എന്ന് നമ്മൾ പറയുമ്പോൾ നാക്ക് വന്ന് മുട്ടുന്നത് പല്ലുകളിലാണ്. അതായത് പല്ലുകളുടെ സഹായത്തോടു കൂടിയാണ് തവർഗത്തിൽ പെട്ട അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് അവയെ നമ്മൾ ദന്ത്യം എന്ന് പറയും. എന്ത് പറയും? ദന്ത്യം എന്ന് പറയും. ഏറ്റവും ഒടുവിൽ പവർഗം, പ ഫ ബ ഭ മ, ആരാണ്? ഏത് ഭാഗമാണ് ചലിച്ചത്? നമ്മുടെ ചുണ്ടുകളാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഓഷ്ടം, ചുണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഓഷ്ടങ്ങൾ, അധരം, ഓഷ്ടം എന്നൊക്കെ പറയുന്നത് ചുണ്ടുകളുടെ പര്യായമാണ്. അപ്പൊ ചുണ്ടുകളുടെ സഹായത്താൽ ഉച്ചരിക്കുന്നവ ആയതുകൊണ്ട് പവർഗത്തിൽ പെട്ട അക്ഷരങ്ങളെ നമുക്ക് എന്ത് പറയാം? ഓഷ്ട്യം എന്ന് പറയാം. എന്ത് പറയാം? ഓഷ്ട്യം എന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഹൊറിസോണ്ടലി തിരിക്കുന്നത്. ഇനി വെർട്ടിക്കലി തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെർട്ടിക്കലി തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെയാണ്. വെർട്ടിക്കലി തിരിക്കുന്നത് ദാ ഇങ്ങനെയാണ്. അതായത് കച്ചട തപ, വെർട്ടിക്കലി ഉള്ള തിരിക്കലാണ് പറയുന്നത്. വെർട്ടിക്കലി തിരിക്കുമ്പോ ക ച ട ത പ, ഇവയെ നമ്മൾ ഖരാക്ഷരങ്ങൾ എന്ന് പറയും. എന്താണ്? ഖരാക്ഷരങ്ങൾ എന്ന് പറയും. രണ്ടാമത്തെ സെറ്റിനെ നമ്മൾ അതിഖരം എന്ന് പറയും. എന്ത് പറയും? അതിഖരം എന്ന് പറയും. മൂന്നാമത്തെ സെറ്റിനെ നമ്മൾ എന്ത് പറയും? മൃദു എന്ന് പറയും. നാലാമത്തെ സെറ്റിനെ നമ്മൾ ഘോഷം എന്ന് പറയും. ഏറ്റവും ഒടുവിലത്തെ ആൾക്കാരെ നമ്മൾ അനുനാസികം എന്ന് പറയും. ങഞ്ഞണ നമ, ഈ അനുനാസികങ്ങളെയാണ് നമ്മൾ മൂക്കുകൊണ്ട് ഉച്ചരിക്കുന്നത്. ങഞ്ഞണ നമ,
അതായത് നമ്മുടെ നിശ്വാസവായു വായിലൂടെ പോകുന്നതിന് പകരം മൂക്കിലൂടെ പോകും, അങ്ങനെ ഉച്ചരിക്കുന്നവരാണ് അനുനാസികങ്ങൾ. ങ, ഞ, ണ, ന, മ. ഓക്കെ, അപ്പൊ നമ്മള് ഹൊറിസോണ്ടൽ ആയിട്ട് തിരിക്കുമ്പോ കണ്ഠ്യമെന്നും താലവ്യമെന്നും മൂർധന്യമെന്നും ദന്ത്യമെന്നും ഓഷ്ട്യമെന്നും തിരിക്കും. പിന്നെയോ വെർട്ടിക്കൽ ആയിട്ടാണെങ്കിൽ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്ന് തിരിക്കും. ഇപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരികയാണ്. അപ്പോ നമ്മൾ നിങ്ങളോട് ചോദിക്കുകയാണ് ചവർഗത്തിലെ മൃദു ഏതെന്ന് ചോദിക്കുകയാണ്. അതായത് എടാ ഏതൊരു വർഗത്തിലെ ആണെങ്കിലും ഒന്നാമത്തെ വർഗാക്ഷരങ്ങൾ എന്താണെന്ന് മനസ്സിലായല്ലോ. കവർഗം ക മുതൽ ങ വരെ, ചവർഗം ച മുതൽ ഞ വരെ, ടവർഗം ട മുതൽ ണ വരെ, തവർഗം ത മുതൽ ന വരെ, പവർഗം പ മുതൽ മ വരെ. അതായത് വർഗാക്ഷരങ്ങളെ മനസ്സിലായ സ്ഥിതിക്ക് ഇങ്ങനെ ഓർത്തു വെക്കുക. വർഗാക്ഷരങ്ങളിൽ ആദ്യത്തേത് ഖരം, രണ്ടാമത്തേത് അധികരം, മൂന്നാമത്തേത് മൃദു, 4 ഘോഷം, 5 അനുനാസികം. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് ചവർഗത്തിലെ മൃദു ഏതാണ്? അപ്പൊ ചവർഗത്തിലെ മൃദു എന്ന് പറയുമ്പോ ചവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ ഏതൊക്കെയാ? ച, ച, ജ, ജ, ഞ. അത് നമ്മുടെ മുമ്പിലുണ്ട്. ഇനി മൃദു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഖരം, 2 അധികരം, 3 മൃദു, 4 ഘോഷം, 5 അനുനാസികം. അതായത് മൂന്നാമത്തെ അക്ഷരമാണ് മൃദു എന്ന് പറയുന്നത് അല്ലെ. ചവർഗത്തിലെ മൂന്നാമത്തെ അക്ഷരം ആരാണ്? ജായാണ്. അപ്പൊ ചവർഗത്തിലെ മൃദു ആരാണ്? ജായാണ്. ഇനി നമ്മളോട് ചോദിക്കാണ് തവർഗത്തിലെ ഘോഷം ഏതാണ്? അപ്പൊ തവർഗം എന്ന് പറഞ്ഞാൽ താ, ഥ, ദ, ധ, നായാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ തവർഗത്തിലെ ഘോഷം, ഘോഷം എന്ന് പറയുമ്പോ ഖരം, അധികരം, മൃദു, ഘോഷം. 4ാമത്തെ അക്ഷരമാണ് ഘോഷം എന്ന് പറയുന്നത്. അപ്പൊ തവർഗത്തിലെ ഘോഷം ഏതാണ്? ധായാണ്. ഇങ്ങനെയായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോ നമ്മൾ എന്ത് പഠിച്ചു? വ്യഞ്ജനാക്ഷരങ്ങളെ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും തിരിക്കാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ദാ കുറച്ചു കാര്യങ്ങളൂടെ നമുക്ക് പറയാനുണ്ട്. ഇനി വർഗാക്ഷരങ്ങള് ക മുതൽ മാ വരെയുള്ളവര് മാത്രമല്ല വ്യഞ്ജനങ്ങളിൽ ഉള്ളത് അല്ലെ. വ്യഞ്ജനങ്ങളില് വേറെ കുറച്ചു പേരുണ്ടല്ലേ. മാ കഴിഞ്ഞ യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ ഇവര് നമുക്കുണ്ട്. ഇവരെ നമ്മൾ വേറൊരു തരത്തിലാണ് തിരിക്കുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് പറയാം. അപ്പൊ നോക്കിക്കേ, യ, ര, ല, വ ഇവരെ നമ്മൾ മധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ മധ്യമങ്ങൾ നമ്മുടെ മലയാളത്തിലെ അക്ഷരങ്ങളിലെ മധ്യമങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യ, ര, ല, വ എന്നിവയാണ്. ഇനിയോ ശ, ഷ, സ ഇവരെ നമ്മൾ ഊഷ്മാക്കൾ എന്നാണ് പറയുന്നത്. ശ, ഷ, സ എന്നിവയെ നമ്മൾ ഊഷ്മാക്കൾ എന്നാ പറയുന്നത്. ഹായെ നമ്മൾ ഘോഷി എന്നാ പറയുന്നത്. ഘോഷം വേറെ, ഘോഷി വേറെ. ഹായെ നമ്മള് ഘോഷി എന്നാ പറയുന്നത്. ഇനി ള, ഴ, റ എന്നിവയെ നമ്മള് ദ്രാവിഡ മധ്യമങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ അല്ലെ യാരാലാവ എന്താണ്? യാരാലാവ എന്താണ്? മധ്യമങ്ങളാണ്. ശ, ഷ, സ ഊഷ്മാക്കളാണ്. ഹ ഘോഷിയാണ്. ള, ഴ, റ ദ്രാവിഡ മധ്യമങ്ങളാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങളെ തിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. എടാ നമ്മുടെ ഖരം അതേപോലെ തന്നെ അനുനാസികം, ഖരങ്ങളും അനുനാസികങ്ങളും അതേപോലെ തന്നെ ഈ പറഞ്ഞ ദ്രാവിഡ മധ്യമങ്ങളും പിന്നെ ഈ മധ്യമങ്ങളും ഇവർ ഇത്രയും പേരും തമിഴിന്റെ വഴിക്ക് നമുക്ക് കിട്ടിയതാണ്. നമ്മൾ പറഞ്ഞില്ലേ ദ്രാവിഡ അക്ഷരമാലയിൽ ഉണ്ടായിരുന്നു എന്ന്. ദ്രാവിഡ അക്ഷരമാലയിൽ നിന്ന് നമുക്ക് കിട്ടിയവരാണ് ഖരങ്ങളെയും ഖരങ്ങളെയും അനുനാസികങ്ങളെയും മധ്യമങ്ങളെയും ദ്രാവിഡ മധ്യമങ്ങളെയും. ഈ പറയുന്ന ഊഷ്മാക്കളും ഈ ഘോഷിയും പിന്നെ അധികരങ്ങളും മൃദുക്കളും ഘോഷങ്ങളും ഒക്കെ സംസ്കൃതത്തിൽ നിന്ന് കിട്ടിയതാണ്. ചുരുക്കം പറഞ്ഞ ദ്രാവിഡത്തിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ഒരുപോലെ അക്ഷരങ്ങളെ സ്വീകരിച്ചിട്ടാണ് മലയാളം ഇന്ന് കാണുന്ന ഒരു അക്ഷരമാല ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് 5 വർഗങ്ങളെ ഉള്ളൂ അല്ലെ. കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം 5 വർഗാക്ഷരങ്ങളെ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ നമ്മുടെ കേരള പാണിനി ആരാ? കേരള പാണിനി AR രാജരാജവർമ്മയാണ് അല്ലെ. അപ്പൊ നമ്മുടെ കേരള പാണിനി AR രാജരാജവർമ്മ 6ാമത് ഒരു വർഗത്തെ കൂടി നിർദ്ദേശിക്കുകയുണ്ടായി. ആ വർഗത്തിന്റെ പേരാണ് ടവർഗം. നമ്മുടെ ഇറ്റ കൂട്ടക്ഷരമായ ഇറ്റ ആണ് ഇപ്പോ നമ്മൾ എഴുതുന്നത്. പക്ഷെ ടവർഗം എന്ന് പറഞ്ഞാൽ ഈ ഇറ്റായ്ക്ക് പകരം ഇങ്ങനെ ഒരു ലിപി ആയിരുന്നു. 4 എഴുതുന്നത് പോലത്തെ ഒരു ലിപി ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇറ്റ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം ടവർഗം എന്ന് പറയുമ്പോൾ ദ്രാവിഡ ഭാഷയുടെ ഭാഗമായിട്ടാണ് കേരള പാണിനി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഖരവും അനുനാസികവും മാത്രമേ ഉള്ളൂ. 2 അക്ഷരങ്ങൾ മാത്രമേ ടവർഗത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെ? ട എന്നും ന എന്നും. ഏതൊക്കെയാണ്?
ടായും നായും രണ്ടക്ഷരങ്ങൾ മാത്രമേ എവിടെ ഉണ്ടായിരുന്നുള്ളൂ? ടവർഗത്തിൽ, കേരള പാണിനി നിർദ്ദേശിച്ച ടവർഗത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതില് ടായെ നമ്മൾ ദ്രാവിഡ ഖരമെന്നും നായെ നമ്മൾ ദ്രാവിഡ അനുനാസികമെന്നും ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ടായുടെയും നായുടെയും ലിപി ഇങ്ങനെയല്ല, ടാ ഇങ്ങനെയും നാ ഇങ്ങനെയുമാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആ വർഗത്തെ നമ്മൾ പിന്തള്ളുകയാണ് ചെയ്തത്. കാര്യം ടായ്ക്ക് പകരം നമുക്ക് കൂട്ടക്ഷരത്തിൽ ടായ് ഉണ്ട്, നായ്ക്ക് പകരം നമുക്ക് വർഗാക്ഷരങ്ങളിൽ തന്നെയുണ്ട്. അപ്പൊ എക്സ്ട്രാ ആവശ്യമില്ല എന്ന് കരുതിയിട്ടാണ് സമാനമായ ഉച്ചാരണമുള്ള ഈ രണ്ടക്ഷരങ്ങളെ നമ്മൾ പിന്നീട് ഉൾക്കൊള്ളിക്കാതിരിക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക. എന്തായാലും 5 വർഗങ്ങൾക്ക് പുറമെ 6മതൊരു വർഗത്തെ കൂടി നിർദ്ദേശിച്ചത് കേരള പാണിനി AR രാജരാജവർമ്മയാണെന്ന് നിങ്ങൾ ആലോചിക്കുക. ടാ എന്നും നാ എന്നും രണ്ടക്ഷരങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അതിൽ ടായെ ദ്രാവിഡ ഖരം എന്നും നായെ ദ്രാവിഡ അനുനാസികം എന്നും നമ്മൾ വിളിച്ചിരുന്നു എന്നും ആലോചിക്കുക. ഓക്കെ, അപ്പൊ സ്വരങ്ങൾ കഴിഞ്ഞു, വ്യഞ്ജനങ്ങൾ കഴിഞ്ഞു. അടുത്തത് എന്താണ്? ചില്ലുകളാണ് അല്ലെ. ചില്ലുകൾ എത്രയാണ്? ചില്ലുകൾ 5 അത്രേ. 5 ചില്ലുകൾ അല്ലെ. ഇൽ, ഇൾ, ഇർ, ഇൻ, ഇൻ എന്നിങ്ങനെ 5 ചില്ലുകളാണുള്ളത്. ഈ ചില്ലുകൾക്ക് എന്താണ്? വ്യഞ്ജനങ്ങൾ പോലെ പൂർണ്ണമായിട്ടുള്ള, അതായത് തുറന്ന ഒരു ഉച്ചാരണമില്ല അല്ലെ. ല എന്ന് പറയുന്നത് പോലെ അല്ല നമ്മൾ ഇൽ എന്ന് പറയുന്നത് അല്ലെ. ല, ഇൽ, ഇല്ലെന്ന് പറയുമ്പോ പകുതി ഉച്ചാരണമേ ഉള്ളൂ, തുറന്ന ഉച്ചാരണം ചില്ലുകൾക്കില്ല. അതുകൊണ്ട് ചില്ലുകളെ നമ്മൾ ഒരു പ്രത്യേക പേര് പറയും. എന്ത്? സ്വരീകൃത വ്യഞ്ജനങ്ങൾ. എന്ത് പറയും? സ്വരീകൃത വ്യഞ്ജനങ്ങൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മലയാളത്തിലെ അക്ഷരമാലയുടെ ഒരു പോക്ക് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് അക്ഷരമാല മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് 1-2 ചോദ്യങ്ങളെ കൂടി നോക്കാം അല്ലെ. അപ്പൊ ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. നോക്കിക്കേ, ആ, ഇ, എ ഇവയെ നമ്മൾ എന്താണ് പറയുന്നത്? വർഗാക്ഷരങ്ങൾ എന്നാണോ, സന്ധ്യക്ഷരങ്ങൾ എന്നാണോ, ചുട്ടെഴുത്തുകൾ എന്നാണോ, സമാനാക്ഷരങ്ങൾ എന്നാണോ? ഈ ആ, ഇ, എ ഇവരെ 3 പേരെയും കൂടെ ചേർത്ത് ഏത് പേരിലാണ് നമ്മൾ പറഞ്ഞത്? ഏത് പേരിലായിരുന്നു? ചുട്ടെഴുത്തുകൾ എന്നായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ. ചൂണ്ടിപ്പറയാൻ, അടുത്തുള്ളതോ അകലെയുള്ളതോ ദൃഷ്ടിയിൽ ഇല്ലാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കളെ കുറിച്ച് പറയേണ്ടി വരുമ്പോൾ ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്നവയായിരുന്നു എന്ത്? ചുട്ടെഴുത്തുകൾ എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ, കവർഗത്തിലെ മൃദു ഏത്? എന്താണ്? കവർഗത്തിലെ മൃദു ഏത്? എടാ നമുക്കറിയാലോ, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളെ എഴുതി നോക്കുക. ക, ക, ഗ, ഘ, ങ ഇവർ ഇത്രയും പേരാണ് കവർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ. നമുക്കറിയാം, 1 ഖരം, 2 അധികരം, 3 മൃദു, 4 ഘോഷം, 5 അനുനാസിക അല്ലെ. 3-മത്തെ അക്ഷരമാണ് എന്ത്? മൃദു എന്ന് പറയുന്നത്. അപ്പൊ 3-മത്തെ അക്ഷരം ആരാണ്? ഗായാണ്. സോ കവർഗത്തിലെ മൃദു എന്ന് പറയുന്നത് ആരാണ്? ഗായാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് വരുന്നു. മനസ്സിലായല്ലോ? ലൊക്കേറ്റ് ചെയ്യാൻ, അക്ഷരങ്ങളെ ലൊക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞാൻ ഒരു ചോദ്യം തരികയാണ്. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾ താഴെ എനിക്ക് കമന്റ് ആയിട്ടൊന്ന് പറയണം കേട്ടോ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നുള്ളത്. അപ്പൊ ക്ലാസ് നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചു എന്നും നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളതും എനിക്ക് വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. താഴെ പറയുന്നവയിൽ ഊഷ്മാക്കൾക്ക് ഉദാഹരണം. ഊഷ്മാക്കൾ എന്ന് നമ്മൾ വേർതിരിക്കുന്ന അക്ഷരം ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഷായാണോ, തായാണോ, ഹായാണോ, യായാണോ? ഇതിലേതാണ് നമ്മൾ ഊഷ്മാക്കൾ എന്ന് വ്യവഹരിക്കുന്ന അക്ഷരം എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് കമന്റ് ചെയ്യുക. അപ്പോ നമ്മുടെ 5am ക്ലബിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അക്ഷരങ്ങൾ, മലയാളത്തിലെ അക്ഷരങ്ങളെ കുറിച്ച് അല്ലെ, മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട്, അതിനെ നമുക്ക് സ്വരങ്ങളെയും വ്യഞ്ജനങ്ങളെയും ഒക്കെ എങ്ങനെയൊക്കെ തിരിക്കാം, ചില്ലുകളെ നമ്മൾ എങ്ങനെയൊക്കെ വിളിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു മലയാളിയായാൽ അല്ലെ, 6 നാട്ടിൽ 100 മലയാളം എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. തിരുവനന്തപുരംകാരന്റെ മലയാളം അല്ല കോട്ടയംകാരൻ്റെത്, അതല്ല തൃശ്ശൂർക്കാരൻ്റെത്, അതല്ല വടക്കൻ മലബാറിലേക്ക് ചെല്ലുമ്പോൾ. അപ്പൊ 6 നാട്ടിൽ 100 മലയാളമാണെങ്കിലും അടിസ്ഥാനപരമായി അല്ലെ, നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അക്ഷരങ്ങളെ കുറിച്ച്, നമ്മുടെ ഭാഷയെ കുറിച്ച് ധാരണ നേടേണ്ടത് ആവശ്യമാണ്. വിവിധ മത്സര പരീക്ഷകൾക്ക് നമുക്ക് ചോദിക്കുന്നതുമാണ്. ഒന്നുമില്ലെങ്കിലും നാളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ തന്നെ രാവിലെ പഠിച്ചാൽ നന്നായിട്ട് പഠിക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായി തന്നെ പഠനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.